നമസ്കാരം. 10ാം ക്ലാസ്സിലെ ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു പോർഷനാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഇതുവരെ നമ്മള് ട്രയാങ്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ പാരലലോഗ്രാമിന്റെ ഏരിയ അല്ലെങ്കിൽ ട്രയാങ്കിളിന്റെ സൈഡ്സ് കണ്ടുപിടിക്കുക അങ്ങനത്തെ പ്രോബ്ലംസ് ആണ് ചെയ്തത് അല്ലേ? അതിൽ കുറച്ച് വ്യത്യാസമുള്ള പ്രോബ്ലംസ് ആണിത്. ഒന്ന് രണ്ട് ഇക്വേഷൻസ് നമുക്ക് പഠിക്കാണ്ട്, സൂത്രവാക്യങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഭാഗത്തുള്ള ഈ പ്രോബ്ലംസ് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള എസ്എസ്സി പരീക്ഷയ്ക്ക് ട്രയാങ്കിൾസിന്റെ സൈഡ്സ് കാണാനും റേഡിയസ് കാണാനൊക്കെ. അതുകൊണ്ട് തന്നെ നന്നായി മനസ്സിലാക്കിയിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ അതിന് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് ആദ്യം മൂന്ന് കാര്യങ്ങൾ ഫിഗേഴ്സ് വരച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ട്രയാങ്കിളിന്റെ എന്താ പറയാ സൈഡ്സ്, അതിന്റെ റേഡിയസ്, അതായത് ട്രയാങ്കിൾ ആണെങ്കിലും നമ്മൾ സർക്കിളിന്റെ ഉള്ളിലായതുകൊണ്ട് സർക്കിളിന്റെ ഒരു സൈഡ് ട്രയാങ്കിൾ സൈഡ് എന്തായിട്ട് വരാനുള്ള സർക്കിളിന്റെ കോഡ് ഞാനുണ്ട് ഈ ഞാനായിട്ട് വരണം. ഈ ഞാണ് ഈ സർക്കിളിന്റെ റേഡിയസുമായുള്ള ബന്ധം എന്താണ്, അത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രയാങ്കിളിന്റെ ഈ കോഡ്, ഈ സർക്കിളിന്റെ ഈ കോഡ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ സൈഡ് കണ്ടുപിടിക്കാം. ഇതേ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് ഇത് വലിയ ട്രയാങ്കിൾ ആക്കി മാറ്റുന്ന ട്രയാങ്കിൾസിന്റെ 3 സൈഡ്സും നമുക്ക് സർക്കിളിന്റെ റേഡിയസ് ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം. ഈ കാര്യങ്ങളാണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. അപ്പൊ ഞാൻ ആദ്യം അതിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ നോക്കാം. ഞാൻ സർക്കിൾ വരച്ചിട്ടുണ്ട്, ഒരു വൃത്തം. ഈ വൃത്തത്തിന്റെ സെന്റർ ഞാൻ O എന്ന് പേര് കൊടുത്തു. ഈ കോഡിന് ഞാൻ AB, ഞാൻ അല്ലെങ്കിൽ കോഡിന് AB എന്ന് പേര് കൊടുത്തു. നമുക്ക് ആദ്യം ഏറ്റവും എളുപ്പം നമുക്ക് അറിയാവുന്ന ആംഗിൾ എടുക്കാം. 60 ഡിഗ്രി. നമുക്ക് പരിചയമുള്ള ആംഗിൾ 60 ഡിഗ്രി. 60-30-90 റേഷ്യോ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ 60 ഡിഗ്രി വരുമ്പോ ഈ റേഡിയസ് ആരം R, ഇതെന്താണ് R, ഇത് രണ്ട് തുല്യമായിരിക്കും, ഈക്വൽ. കാരണം എന്താ, ജസ്റ്റ് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണമാണ്. നമുക്ക് ആവശ്യം ABയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി കോഡ് AB? ഈ ഞാൻ ABയുടെ നീളം കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്താ ചെയ്യണം, ഈ 60 ഡിഗ്രി ആംഗിൾ ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇതിന്റെ മിഡ് പോയിന്റിലേക്ക് ഞാൻ ഇങ്ങനെ വരയ്ക്കണം. അപ്പൊ എന്തായി, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയി അല്ലേ? അപ്പൊ 60 നല്ല കട്ട് ചെയ്യുമ്പോൾ എന്താവും, 30 ഡിഗ്രി ആവും. ഇത് 90. അപ്പൊ ഇതെന്തായി, 60. 30 60 90 നമ്മൾ പഠിച്ചിട്ടല്ലോ. എന്താ 30 60 90? 30 60 90 എന്താ റേഷ്യോ? 1√3 2. ഓക്കെ, ഹൈപ്പോട്ടനസ് എത്രയാണോ അതിന്റെ ഹാഫ് ആണ് 30യുടെ ഓപ്പോസിറ്റ്. അപ്പൊ ഹൈപ്പോട്ടനസ് 6 ആണെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് ഉള്ളത് അതിന്റെ ഹാഫ് R/2. ഇവിടെ എന്താ വരിക, ഇതും സെയിം ആണ് 30 അല്ലേ? ഇത് മൊത്തം 60 ആണ്. 30 60 90. അപ്പോൾ ഇത് എത്ര വരിക, R/2. What is the length of AB? R/2 plus R/2. What is R/2 plus R/2? 2R/2. That's equal to R. ഇനി എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണം പക്ഷേ, വേറെ രീതിയിൽ ചെയ്തുകൂടെ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. സംഭവം ശരിയാണ്. എന്താ വേറെ രീതിയിൽ എങ്ങനെ ചെയ്യാം? ഈ സൈഡ് എന്താണ് R, ഈ സൈഡ് എന്താണ് R. രണ്ട് സൈഡ് ഈക്വൽ ആണ് അല്ലേ? റേഡിയസ്. ഈ ആംഗിൾ എത്രയാണ്, 60. ഈ 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ എന്ത് ട്രയാങ്കിൾ ആയി? യെസ്, 60 ആണ്. ഇത് 60 ആയതുകൊണ്ട് ഇതൊരു ഈ രണ്ട് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആയി, സമപാർശ്വ ത്രികോണം അല്ലേ? പക്ഷേ ബേസ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് അറിയാം. അപ്പൊ അത് 60 ആണെങ്കിൽ എത്രയാ, 60. ഈ ആംഗിൾ എത്രയാ, 60. അപ്പൊ മൂന്ന് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം. അപ്പൊ അതിന്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്. സോ ദിസ് R AB എന്ന് തന്നെയായിരിക്കും R. അപ്പൊ AB R നമുക്ക് അങ്ങനെ ഡയറക്റ്റ് എഴുതാം. ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ റേഷ്യോ പഠിച്ചത് കൊണ്ട് അത് ഉപയോഗിച്ച് പറഞ്ഞു തന്നുള്ളൂ. നമുക്ക് നേരിട്ട് ആൻസർ AB തന്നെ കിട്ടും. AB എന്നുള്ള കോഡിന്റെ ലെങ്ത് ഞാൻ്റെ നീളം R തന്നെ കിട്ടും. ഇവിടെ 60ക്ക് പകരം സെന്റർ O കൊടുത്തു. 90 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോളൂ. 90 90. ഇതും റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണെങ്കിൽ 90 ഡിഗ്രി ആവുമ്പോ ഈ ലെങ്ത്തും ഈ ലെങ്ത്തും ഈക്വൽ ആണ്, റേഡിയസ് ആണെന്ന് അറിയാം. സോ ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ. എത്ര വീതം, 45 45 45 45 90. എന്താ റേഷ്യോ, വാട്ട് ഈസ് റേഷ്യോ? 45 45 90. 1 അല്ലേ? 1 ഇത് 1 ഇത് 1 R. അപ്പൊ എന്ത് വരും, R√2. അപ്പൊ AB എന്ന കോഡ് ലെങ്ത്, വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി കോഡ് AB? ഞാനിന്റെ നീളം R√2. 60 ആണൊക്കെ കണ്ടുപിടിച്ചു, 90 ആണൊക്കെ കണ്ടുപിടിച്ചു. ഇനി വേറൊരു ആംഗിൾ ആണെന്ന് വിചാരിക്കാതെ, നമ്മളിപ്പോ പരിചയമില്ലാത്ത 60 90 ഒന്നും അല്ലാത്ത, നമ്മൾ പഠിക്കാത്ത റേഷ്യോ ഇല്ലാത്തൊരു ആംഗിൾ ആണ്. സപ്പോസ് പേര് OAB തന്നെ കൊടുത്തു. ദിസ് ആംഗിൾ ഈസ് 100 ഡിഗ്രി. 100. അപ്പോൾ ഈ സൈഡ് എന്താണ്, ഈക്വൽ ആണ്. ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്.
ഇത് 100 പോയാൽ ബാലൻസ് എത്ര വരിക? 180 100 പോയാൽ 80. അപ്പൊ ബാക്കി എത്ര? 40. അപ്പോഴും നമുക്ക് AB കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടുന്ന് താഴോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഓക്കെ, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഏത് ട്രയാങ്കിൾ? ട്രയാങ്കിൾ ADO. ഈ ട്രയാങ്കിളിന്റെ ഞാൻ വേറെ സെപ്പറേറ്റ് മാറ്റി വരയ്ക്കാം. ഇത് മൊത്തം 100 ആയിരുന്നു. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എത്രയാവും? ദിസ് 50, ദിസ് 40, ദിസ് 90 അല്ലേ? ഇതാണ് റേഡിയസ്. ഇതിന്റെ പേര് O ആയിരുന്നു. ഇവിടെ D ആണ്. ഇവിടെ എന്താണ്? A ആണ്. നമുക്ക് എന്താ കാണേണ്ടത്? AD കിട്ടണം. AD കിട്ടി അതിന് ഡബിൾ എടുത്താൽ AB ആവും അല്ലേ? അപ്പൊ AD കിട്ടണമെങ്കിൽ ഈ ആംഗിൾ 50യുടെ ഓപ്പോസിറ്റ് സൈഡ് ആണിത്. ഏതൊരു വശം? ഇതെന്താ? ഹൈപ്പോട്ടന്യൂസ്, അതായത് കർണം. അപ്പൊ ഏത് അംശം എന്താ നമ്മൾ പഠിച്ചത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഏതൊരു വശം ബൈ കർണം ഏതാ? sin 50. So what is sin 50 എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? AD ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? R. sin 50യുടെ വാല്യൂ ടേബിളിൽ 0.766 equal to AD divided by R. So what is AD? AD എന്ന് പറഞ്ഞാൽ R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ R into 0.766 ആണ് AD. നമുക്ക് AD അല്ല കാണേണ്ടത്. ഏതാ കാണേണ്ടത്? AB ആണ് കാണേണ്ടത്. ടോട്ടൽ ലെങ്ത് അല്ലെ? കോഡിന്റെ ലെങ്ത് AB സമം ഇതിന്റെ ഡബിൾ എടുക്കുക. ഇതിന്റെ ഡബിൾ എന്താ വരിക? R into 0.766 ന്റെ ഡബിൾ എന്താ? 2R into 0.766. അത് മൾട്ടിപ്ലൈ ചെയ്യാം. റേഡിയസ് എന്താ വെച്ചാൽ അത്. അപ്പൊ ആദ്യത്തെ നോക്കൂ 60 വരുമ്പോ എന്ത് കിട്ടി? AB എന്നുള്ള കോഡ് ലെങ്ത് R കിട്ടി. 90 45 വരുമ്പോ AB എന്നുള്ള കോഡ് ലെങ്ത് R കൂട്ടിച്ചു എന്ന് കിട്ടി. 100 ആണെങ്കിൽ റേഷ്യോ പഠിക്കാത്ത ഏതെങ്കിലും ഒരു ആംഗിൾ വരികയാണെങ്കിൽ അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? AB എന്നുള്ള ആ കോഡ് അല്ലെ ഞാന്റെ നീളം കണ്ടുപിടിക്കാൻ AB = 2R into 0.766. 2R എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. റേഡിയസ് ആരം. ആരം തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ലെങ്ത് ഓഫ് ദി കോഡ്. ഓക്കെ, അപ്പൊ നമുക്ക് 60 ആണെങ്കിലും 90 ആണെങ്കിലും 100 ആണെങ്കിലും ഏത് ആംഗിൾ ആണ് സെന്ററിൽ വന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? റേഡിയസ് ആയിട്ടുള്ള ആ കണക്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കാണാം? ലെങ്ത് ഓഫ് ദി കോഡ്. അതായത് കോഡും റേഡിയസ് നമ്മുടെ റിലേഷൻ ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി അപ്പൊ ജനറലൈസേഷൻ ചെയ്യാൻ പോകും. ജനറലൈസേഷൻ ഏത് ആംഗിൾ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റണ്ടേ? അതിനുവേണ്ടി ഈ സെൻട്രൽ ആംഗിൾ ഞാൻ X എടുത്തു. എന്താണ്? X. സെൻട്രൽ ആംഗിൾ X ആണ്. OAB എന്ന് കൊടുത്തു. AB എന്നുള്ള കോഡിന്റെ ലെങ്ത് അല്ലെ? ഞാനിന്റെ നീളം എങ്ങനെ കാണാം? ഇത് റേഡിയസ് ആരം R എന്ന് കൊടുത്തു. നേരത്തെ എങ്ങനെയാ ചെയ്തത്? ഇവിടുന്ന് പെർപെൻഡിക്കുലർ വരച്ചു അല്ലെ? പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോ എന്തായി? ആംഗിൾ ടോട്ടൽ X ആയിരുന്നു. അപ്പൊ ഇതെന്തായി? x/2. ടോട്ടൽ X ആണെങ്കിൽ ഇതെന്താവും? x/2. X ന്റെ ഹാഫ് അല്ലെ? നേരെ ഡിവൈഡ് ചെയ്തു. ഇനി ഈ x/2ന്റെ ഈ ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഞാൻ D എന്ന് കൊടുത്തു. ഈ x/2ന്റെ ഇതെന്താണ്? ഓപ്പോസിറ്റ് സൈഡ്. ഏതൊരു വശം? ഇതെന്താണ്? ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ ആരം അല്ല സോറി കർണം. ആരാണ്? പക്ഷെ കർണം എന്ന് പേര് കൊടുത്തു അംശബന്ധം ഉപയോഗിച്ചിട്ട്. അപ്പൊ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഓപ്പോസിറ്റ് സൈഡ്. എതിർവശമാണ് കാണുന്നത് അല്ലെ? അപ്പൊ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും തമ്മിലുള്ള റിലേഷൻ എന്താണ്? സൈൻ ആണ്. അപ്പൊ എന്താ എഴുതാം? sin x/2 that's equal to എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. എതിർവശം ബൈ കർണം. What is sin x/2? അറിയില്ല. നമ്മൾ അങ്ങനെ തന്നെ എഴുതാം. കാരണം x എന്നുള്ള ആംഗിൾ കോണളവ് എത്രയാണെന്ന് അറിയോ? ഇല്ല. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? DB. Yes, by hypotenuse. കർണം എത്രയാണ്? റേഡിയസ് ആണ് അല്ലേ? അതായത് നമ്മൾ എന്തെടുത്തിട്ടുണ്ട്? റേഡിയസ് R എന്ന അക്ഷരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ R ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ DB കിട്ടും. R ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? R into sin x/2 that's equal to DB. DB എന്ന് പറഞ്ഞാൽ ഞാനിന്റെ നീളത്തിന്റെ പകുതിയാണ്. കോഡിന്റെ ലെങ്ത്തിന്റെ ഹാഫ് ആണ്. നമുക്ക് ടോട്ടൽ ലെങ്ത് ഏതാണ്? കോഡിന്റെ ലെങ്ത് ഏതാണ്? AB ആണ്. So what is AB? What is AB? ടോട്ടൽ ലെങ്ത് തന്നെ കിട്ടുക. ഈ കിട്ടിയ ലെങ്ത്തിന്റെ ഡബിൾ എടുക്കുക. അപ്പൊ അത് R into sin x/2 ഡബിൾ എന്താ എടുക്കുക? Yes, then 2 ആയിട്ട് ഇൻടു ചെയ്യുക. 2R. Yes, 2R into sin angle x/2. ഇതാണ് ലെങ്ത് ഓഫ് ദി കോഡ്. ലെങ്ത് ഓഫ് ദി കോഡ് എന്ന് പറഞ്ഞാൽ AB എന്ന ഞാനിന്റെ നീളം. ഈ കോഡിന്റെ ലെങ്ത് ഈസ് ഈക്വൽ ടു എന്താണ്? 2R into sin x/2. 2R എന്ന് പറഞ്ഞാൽ എന്താ? Yes, 2R that is diameter അല്ലെങ്കിൽ റേഡിയസിന്റെ ഡബിൾ അല്ലേ? into sin x/2. x/2 എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രൽ ആംഗിൾ x ആയിരുന്നു. കേന്ദ്രകോൺ x ആണ്. അതിന്റെ ഹാഫ് ആണ് x/2. അപ്പോൾ ഒരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ റേഡിയസും തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? കോഡിന്റെ ലെങ്ത് കാണാം. അല്ലെങ്കിൽ കോഡിന്റെ ലെങ്ത് കിട്ടിയാൽ ഈ ആംഗിൾ കിട്ടിയാൽ എന്ത് കാണാം?
റേഡിയസ് കാണാം. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി ഇത് നമുക്ക് വേറെ ഇക്വേഷൻ കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ എ ബി എന്ന് പറയുന്ന കോഡ് സെൻട്രൽ ആംഗിളുമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ആംഗിളിനെ ഞാൻ മുകളിലേക്ക് നോക്കിക്കോളൂ. അപ്പൊ എ എന്നുള്ള ഈ പോയിന്റ് ഞാൻ എന്ത് ചെയ്യാം, മുകളിലോട്ട് കൊണ്ടുപോകാണ്. അപ്പൊ എ ബി സി എന്ന് പേര് കൊടുത്തു, എ ബി സി. അപ്പൊ എ ബി സി എന്നുള്ള എന്തായി, ഒരു ട്രയാങ്കിൾ ആയി, ത്രികോണം അല്ലേ. എ ബി സി എന്നുള്ള ട്രയാങ്കിൾ ശ്രദ്ധിച്ചു നോക്കുക. എ ബി സി എന്നുള്ള ട്രയാങ്കിളിന്റെ ഈ ആംഗിൾ എത്ര വരിക എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ പഠിച്ചാണല്ലോ സർക്കിൾസ് എന്നുള്ള ചാപ്റ്ററിൽ. ഈ ആംഗിൾ എത്ര വരിക? സെൻട്രൽ ആംഗിൾ എക്സ് ആയിരുന്നു. സെൻട്രൽ ആംഗിൾ എക്സ് ആണ്, ഇത് അതിന്റെ ഹാഫ് ആയതുകൊണ്ടാണ് എക്സ് ബൈ 2 എഴുതി. അപ്പൊ സെൻട്രൽ ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് ആർക്കുള്ള ആംഗിൾ നമ്മുടെ റിലേഷൻ എന്താ? സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ. സോ ദിസ് ആംഗിൾ എക്സ് ആണെങ്കിൽ ഇത് എന്ത് വരും? എക്സ് ബൈ 2. ഓക്കെ, ഇത് 100 ആണെങ്കിൽ എത്ര എഴുതുക? 50. ഇത് 120 ആണെങ്കിൽ എത്ര എഴുതുക? 60. അപ്പൊ ഇത് ടോട്ടൽ എക്സ് ആയതുകൊണ്ട് എക്സ് ബൈ 2. അപ്പൊ നമ്മളെ ഇക്വേഷൻ ചെറിയൊരു മാറ്റം വരുത്തിക്കൂടെ? എന്താണ് മാറ്റം? What is AB? AB is equal to 2R into sin. ഈ x by 2 എന്നുള്ള ആംഗിൾ എന്താണ്? ആംഗിൾ C. ഓക്കെ, ഇതൊന്നും കൂടി ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രയാങ്കിളിന്റെ സൈഡ്സ് കൂടി കണ്ടുപിടിക്കാം. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കോഡ് അല്ലെ, കോഡ് എന്ന് പറഞ്ഞാൽ ഞാണ്ട് നീളം കോഡ് കാണാം, റേഡിയസ് നമ്മുടെ റിലേഷൻ ആണ്. പക്ഷെ ഇതൊന്ന് നോക്കി, എ ബി എന്ന് പറയുന്നത് ഈ വലിയ ട്രയാങ്കിൾ എ ബി സി എന്നുള്ള ട്രയാങ്കിളിന്റെ എ ബി എന്താണ്? ഒരു സൈഡാണ് അല്ലെ. സർക്കിളിന്റെ കോഡാണെങ്കിലും ട്രയാങ്കിളിന്റെ എന്താണ്? ഒരു സൈഡാണ് എ ബി. ദാറ്റ്സ് എ ബി ഈക്വൽ ടു 2r into sin c. c എന്ന് പറഞ്ഞാൽ എന്താ? ട്രയാങ്കിളിന്റെ മുകളിലുള്ള ഒരു ആംഗിൾ. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഇനി ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇതൊക്കെ വായിച്ചു കളഞ്ഞു, ഇതൊന്നും വേണ്ട. ഇപ്പൊ നോക്കൂ, എ ബി സി എന്നുള്ള ട്രയാങ്കിൾ അല്ലേ. എ ബി സി എന്നുള്ള ട്രയാങ്കിൾ ത്രികോണത്തിന്റെ മുകളിലെ ആംഗിൾ ആണ് സി എന്ന് പറയുന്നത് എക്സ് ബൈ 2. ഈ എക്സ് ബൈ 2 എന്നുള്ള ആംഗിൾ അറിയാം, എ ബി എന്നുള്ള ഈ കോഡ്. ഇവിടെ എന്താ നമുക്ക് അറിയാണ്ടായിരുന്നത്? റേഡിയസ് ആരം. റേഡിയസ് കിട്ടി കഴിഞ്ഞാൽ എ ബിയുടെ ലെങ്ത് എന്താ എഴുതിയേ? ശ്രദ്ധിച്ചു പറഞ്ഞ എ ബി is equal to 2r into sin x by 2 അല്ലെങ്കിൽ എന്താ പറയാം? sin c. x by 2 ഞാൻ ഒഴിവാക്കി. ഇങ്ങനെ എഴുതി എ ബി എന്നുള്ള കോഡ് അല്ലേ. കോഡാണ് സർക്കിൾ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സർക്കിൾ ഞാൻ മായ്ച്ചു കൊടുക്കുന്നതായി ട്രയാങ്കിൾ ആയി. Oh, what is this? One side of this length of this triangle A, triangle ABC ഒരു length ഒരു സൈഡ് എന്താണ്? AB ആണ്. So ABC ക്ക് എന്താ പറയാം? 2r into sin c. അപ്പോൾ AB എന്നുള്ള സൈഡ് കാണണമെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആംഗിൾ എടുത്താൽ പോലെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ രണ്ട് സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതുപോലെ ഇക്വേഷൻ ഉണ്ടാക്കിക്കൂടെ? എങ്ങനെ പറയാൻ പറ്റുമെന്ന് പറഞ്ഞേ. യെസ്, സപ്പോസ് AC ആണ് കാണുന്നതെങ്കിൽ AC ആണ് കാണുന്നതെങ്കിൽ എങ്ങനെ പറയാം? 2r into very good sin B എന്നുള്ള ആംഗിൾ എടുക്കുക. ഇനി BC ആണ് കാണുന്നതെങ്കിലോ BC is equal to 2r into BC is equal to 2r into BC ആണെങ്കിൽ BC യുടെ ഓപ്പോസിറ്റ് A ആണ്, sin A. അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ചാൽ എന്താ ഗുണം കുട്ടികളെ? പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം? യെസ്, ഒരു ട്രയാങ്കിളിന്റെ ത്രികോണത്തിന്റെ സൈഡ്സ് കണ്ടുപിടിക്കാം അല്ലെ. നമ്മൾ അംശബന്ധമൊക്കെ ഉപയോഗിച്ച് ട്രയാങ്കിൾസിന്റെ സൈഡ്സ് കണ്ടുപിടിച്ചിരുന്നു. ഇവിടെ റേഡിയസ് ആരവുമായി കണക്ട് ചെയ്തിട്ട് ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് പറയുന്നത്. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് SSC പരീക്ഷയ്ക്ക്. സർക്കം റേഡിയസ് എന്നാണ് പറയുന്നത്. കാരണം ഒരു സർക്കിൾ ഉണ്ടായിരുന്നു, ഞാൻ മായ്ച്ചു കളഞ്ഞത് അല്ലെ. യെസ്, അതായത് സർക്കം റേഡിയസും ട്രയാങ്കിളിന്റെ സൈഡ്സ് തമ്മിലുള്ള റിലേഷൻ ആണ്. വളരെ ഈസിയാണ്. ഏത് സൈഡാണ് കൊടുക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ സൈൻ ആയിട്ട് പഠിക്കും അല്ലെ. അപ്പൊ എ ബി ആണെങ്കിൽ 2r sin c, AC ആണെങ്കിൽ 2r sin b, BC ആണെങ്കിൽ 2r sin a. വീണ്ടും നമുക്ക് പറ്റുന്ന കുട്ടികളെ നമുക്ക് വീണ്ടും ഒരു ഇക്വേഷൻ കൂടി ഉണ്ടാക്കാം. നോക്കിക്കോ, AB divided by sin c താഴേക്ക് കൊണ്ടുവരാണ്. That's equal to എന്ത് കിട്ടും? 2r. ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കൂടുതൽ ഇക്വേഷൻസ് വരുമ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ പറ്റുന്നവർ പഠിച്ചാൽ മതി. അല്ലെങ്കിൽ ഇക്വേഷൻ നമുക്കത് എഴുതിയെടുക്കാം. AB divided by into sin c എന്ത് ചെയ്യും? ഞാൻ ഇക്വേഷൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ എന്ത് കിട്ടി? AB by sin c is equal to 2r. 2r എന്ന് പറഞ്ഞാൽ എന്താ? ഡയാമീറ്റർ അല്ലെ, വ്യാസം. അപ്പൊ അതിന്റെ പകുതി കിട്ടിയാൽ റേഡിയസ് കിട്ടി.
അതേപോലെ ഇതെന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? യെസ്, AC by sin B equal to 2R. ഇതെന്നാണെങ്കിൽ എങ്ങനെ പറയാം? BC by sin A that's equal to 2R. ഏത് വേണമെങ്കിലും ഉപയോഗിച്ചോളൂ. ഈ 2R എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? ഡയാമീറ്റർ അല്ലേ? ഡയാമീറ്റർ എന്ന വ്യാസം. അപ്പോൾ വ്യാസവും അല്ലെങ്കിൽ ആരവും ആരത്തിന്റെ ഡബിളും എന്താണ് സൈഡ്സും തമ്മിലുള്ള റിലേഷൻ ആണ്. ട്രയാങ്കിൾസിന്റെ ഉപയോഗിച്ച് നമുക്ക് ഈ ട്രയാങ്കിൾസിന്റെ സൈഡ്സ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ടെക്സ്റ്റിലുണ്ട്. ഞാൻ ചെയ്തുതരാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The figure shows a triangle and its circumcircle. What is the radius of the circle? ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 6 കിട്ടണം അല്ലെ? റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 6 എന്നുള്ള ലെറ്റർ കൊടുക്കുകയാണെങ്കിൽ 6 കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഈ ട്രയാങ്കിൾ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ എങ്ങനെ ബന്ധപ്പെടുത്തി പറയാം? ഒരു കോഡ് 3 സെന്റിമീറ്റർ ഉണ്ട്, മുകളിലെ ആംഗിൾ 60 ഡിഗ്രി ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എന്താ പഠിച്ചത്? യെസ്, AB = എന്ന് പറഞ്ഞ AB = യെസ് 2R into ഈ ആംഗിൾ എടുക്കുക, 2R into sin 60. ഓക്കെ, AB = 2R into sin 60. AB എന്ന സൈഡ് ആണെങ്കിൽ അതിന്റെ മുകളിലുള്ള ആംഗിൾ ആണ് എടുക്കേണ്ടത്. ഇനി 2R എത്രയാണെന്ന് അറിയില്ല. എയുടെ ലെങ്ത് എത്രയാ? 3 ആണ് അല്ലേ? ദാറ്റ് ഈസ് 3 = 2R അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. into sin 60. sin 60യുടെ വാല്യൂ നിങ്ങൾക്ക് എക്സാമിന് തരില്ല, നിങ്ങൾ സ്വന്തമായി എഴുതണം. കാരണം 30, 60, 90 ഒന്നും നിങ്ങൾക്ക് വാല്യൂസ് തരില്ല. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ജസ്റ്റ് ഇവിടെ നോക്കിയേ, നിങ്ങൾ എപ്പോഴും റഫ് ഫിഗർ ഇങ്ങനെ വരച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോ 30, 60, 90 അല്ലെ? എന്താ 30, 60, 90 എന്താ റേഷ്യോ? 1/√3/2. ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 60യുടെ വാല്യൂ ഒക്കെ ഡയറക്റ്റ് പഠിക്കാം, പക്ഷെ അങ്ങനെ അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. 60 ആണ് കാണുന്നതെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് സൈഡ് എഴുതാം. അഡ്ജസന്റ് സൈഡ് ആണ് ഇത് ഹൈപ്പോട്ടന്യൂസ് അല്ലെ? അതായത് എതിർവശം സമീപവശം കാരണം. ഈ ഒരു ടേബിൾ ആണ് വരച്ചു വെക്കുക. നമുക്ക് ആവശ്യം എന്താ? 60. ഏത് 60? sin 60. നിങ്ങൾ ഇവിടുന്ന് ഡയറക്റ്റ് എഴുതി വെക്കൂ. വാട്ട് ഈസ് sin 60? എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എതിർവശം ബൈ കർണം. എതിർവശം എത്രയാ? √3/2. അതായത് ഇങ്ങനെ എഴുതേ വേണ്ടുള്ളൂ, അല്ലാതെ എക്സാമിൽ ഞങ്ങൾ ടേബിൾ കാണാതെ പഠിച്ചു പോകേണ്ട ആവശ്യമില്ല. പക്ഷെ 30, 60, 90 നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ എഴുതണം, എക്സാമിന് വാല്യൂസ് തരില്ല. So 2R into sin 60യുടെ വാല്യൂ √3/2. 2R into √3/2. ഇവിടെ 2 ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ കട്ട് ചെയ്യുക അല്ലേ? So 3 = R into √3. R into √3. ഇപ്പൊ റേഡിയസ് ആണ് കാണേണ്ടത്, R ആണ്. അപ്പൊ √3 ഇങ്ങോട്ട് വരുമ്പോ എന്ത് കിട്ടും? എന്താ കിട്ടാ? 3/√3 that's equal to R. ഇനി 9ാം ക്ലാസ്സിലേക്ക് പോവാം. വാട്ട് ഈസ് 3 എന്ന് പറഞ്ഞാൽ എന്താ? √3 into √3 അല്ലേ? √3 into √3 ആണ് 3 divided by √3 that's equal to R. ഒരു √3 കട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? therefore radius equal to circumradius കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ എന്താ അറിയോ? What is the circumradius of an equilateral triangle of side 8 cm? Circumradius of an equilateral triangle. എന്നുവെച്ചാൽ all sides are equal. 8 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലാ സൈഡും 8 സെന്റിമീറ്റർ എടുത്തു. ആംഗിൾസിന്റെ പ്രത്യേകത എന്താ? എല്ലാ ആംഗിൾസും എത്രയായിരിക്കും? ഈക്വലേറ്ററൽ ട്രയാങ്കിളിന്റെ 60 ഡിഗ്രി. ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദി സർക്കംറേഡിയസ് ഓഫ് ആൻ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 8 cm? അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ സ്റ്റെപ്പ് എന്താണ് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത്? യെസ്, എന്താണ് ഇക്വേഷൻ? AB = 2R into sin 60. What is AB? 8 equal to 2R അറിയില്ല into sin 60. ഇപ്പൊ എഴുതിയിട്ടുള്ളൂ. sin 60യുടെ വാല്യൂ എന്താ പറഞ്ഞേ? √3/2. 2 കട്ട് ചെയ്യാം. 8 = R into √3. റേഡിയസ് ആണ് കാണുന്നത്. √3 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്താ കിട്ടും? 8/√3. 8/√3 റേഡിയസ് കാണണം. 8 = R into √3. സോ R = √3 ഇപ്പുറത്തേക്ക് വരുമ്പോ ഡിനോമിനേറ്റർ വരും അല്ലേ? 8/√3. ഇത് ഡിവൈഡ് ചെയ്യാം. 8/√3യുടെ 1.73 ആണ് വാല്യൂ. നിങ്ങൾ അക്കൗണ്ടിൽ പഠിച്ചാലേ √3യുടെ വാല്യൂ 1.732. ഓക്കെ, അപ്പൊ 8 വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. അപ്പൊ എന്ത് കിട്ടി? സർക്കംറേഡിയസ്. നോക്കൂ, ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. The figure shows a triangle and its circle. Compute the diameter of the circle. ഇതിന്റെ ഡയമീറ്റർ ആണ് കാണുന്നത്, റേഡിയസ് ആണ്. അതായത് അതിന്റെ ഡബിൾ എടുത്താൽ ഡയമീറ്റർ കിട്ടും. Compute the length of other two sides. ഈ സൈഡ് 4 ആണ്, ഈ സൈഡ് കണ്ടുപിടിക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായിട്ട് SSLC എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ശ്രദ്ധിച്ചോളാം.
അപ്പൊ നമ്മളെ കയ്യിലുള്ള ആശയം എന്താണ്? ഒരു കോഡ് കണ്ടുപിടിക്കാം. കോഡ് കണ്ടുപിടിക്കാൻ റേഡിയസും അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ തമ്മിലുള്ള റിലേഷൻ എന്താണത്? കോഡ് AB equal to what is AB equal എന്ന് പറയാം 2r sin 70. ഇതാണ് നമുക്ക് അറിയാവുന്ന കാര്യം അല്ലേ? യെസ്, എബിയുടെ ലെങ്ത് എത്ര തന്നിട്ടുണ്ട്? that is 4 തന്നിട്ടുണ്ട്. 2r അറിയില്ല. into sin 70 ടേബിൾ നോക്കി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. sin 70 യുടെ വാല്യൂ 0.9397. 0.9397. ഓക്കെ, ഈ 2r ൽ 2 ആയിട്ട് മൾട്ടിപ്ലൈ വേണ്ട. നമുക്ക് എന്താ കണ്ടത്? ഡയാമീറ്റർ ആണ്. എന്താ കണ്ടത്? ഡയാമീറ്റർ. സർക്കം ഡയാമീറ്റർ ആണ് അല്ലേ? അപ്പൊ 2r ആണ് കാണുന്നത്. 2r കാണുന്നത് എന്ത് ചെയ്യണം? ഈ വാല്യൂവിന് പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ എന്ത് വരും? 4 divided by 0.9397 is equal to 2r. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഇതിന് ഇപ്പൊ 4 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ 2 ആക്കിയിട്ട് മാറ്റാം. നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ 4 തരില്ല കേട്ടോ. 2 പ്ലേസസ് ഉണ്ടാവുള്ളൂ. 2 ആക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? 9397 2 ഡെസിമൽ പ്ലേസസിൽ കറക്റ്റ് ചെയ്യുമ്പോൾ മോർ ദാൻ 5 ആണ് നമ്മൾ ഒന്നും കൂടെ ആഡ് ചെയ്യുക. അപ്പൊ 3d 0.94 9397 2 ഡെസിമൽ പ്ലേസസിൽ കറക്റ്റ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് വരുന്ന നമ്പർ 5 and more than 5 ആണെങ്കിൽ ഒന്ന് ആഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടി? 4/0.94. ഇതിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ 100 ആയിട്ട് മൾട്ടിപ്ലൈ. അപ്പൊ എത്ര കിട്ടും? 400 divided by 94. ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാലോ. 400നെ 94 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ടൈംസ് പോകും? ഒരു 4 ആവുമ്പോ 16 16 46 37 അല്ലേ? ഓക്കെ, മൈനസ് ചെയ്യൂ. 4 കിട്ടും, 2 കിട്ടും, പോയിന്റ് കിട്ടും. 240 2 ടൈംസ് പോകും. 4 × 2 8 9 2 18. ഓക്കെ, മൈനസ് ചെയ്യുമ്പോൾ 10 8 2 3 9 8 5 13. യെസ്, 520 9 5 40. ഓക്കെ, ഏകദേശം എഴുതിയ മതി. മുഴുവൻ വേണ്ട. 4.25 cm കിട്ടും. എന്തായി കിട്ടിയത്? യെസ്, 2r അല്ലേ? 2r ആണ് കിട്ടിയത്. 2r is equal to 4.25 cm. 2r എന്ന് പറഞ്ഞാൽ 2r എന്ന് പറഞ്ഞാൽ that is the circum diameter. radius അല്ല, diameter. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞില്ല other two sides കാണാൻ പറഞ്ഞില്ല. other two sides കാണാൻ വളരെ ഈസിയാണ്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. AC കാണാന്ന് വിചാരിക്കുക. AC is equal to എങ്ങനെ എഴുതുക? AC is equal to 2r into അപ്പൊ AC യുടെ ഓപ്പോസിറ്റ് ആംഗിൾ എത്രയാ? 60. 2r into sin 60. ഓക്കെ, അപ്പൊ എന്താ? AC is equal to 2r. ഈ 2r എന്ന് എന്താ? ഡയാമീറ്റർ. അതിന്റെ വിലയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. എത്രയാ? 4.25 into sin 60. sin 60 യുടെ വാല്യൂ √3/2. √3/2. ഈ 2 4.25 കട്ട് ചെയ്യാലോ. 2.125 √3 എന്ന് കിട്ടും AC. ഓക്കെ, അപ്പൊ AC കിട്ടി 2.125. ഇനി ഏതാ? BC കാണാം. BC കാണാൻ എങ്ങനെയാ പറയാം? BC is equal to 2r into BC ആവുമ്പോ അതിന്റെ ഓപ്പോസിറ്റ് എടുക്കുക. ഏതാ? sin 50. BC is equal to 2r. 2r എത്രയാ? 4.25 into sin 50 യുടെ വാല്യൂ ടേബിൾ നോക്കി എഴുതി വെച്ചിട്ടുണ്ട്. 0.766. 4.25 0.766 നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാലോ. മൾട്ടിപ്ലൈ ചെയ്തിട്ടാൽ എന്ത് കിട്ടി? BC കിട്ടി. അപ്പൊ എന്തൊക്കെ കിട്ടി? റേഡിയസ് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഡയാമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ, വ്യാസം കിട്ടിക്കഴിഞ്ഞാൽ ട്രയാങ്കിൾസിന്റെ അതർ 3 സൈഡ്സ് കാണാം. വളരെ ഈസി ആയിട്ട് ഇത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ചെയ്ത് പഠിക്കണം കേട്ടോ. നിങ്ങൾ ഇവിടെ ആംഗിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാറ്റിയെടുക്കുക. ഒരു സൈഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതിയിട്ട് ഇതുപോലെ സോൾവ് ചെയ്ത് നോക്കണേ. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിങ്ങനെ അറിയോ? A circle is to be drawn passing through the ends of a line. ഒരു ലൈനിന്റെ രണ്ട് എൻഡിൽ ടച്ച് ചെയ്ത രീതിയിൽ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ ലൈനിന്റെ ലെങ്ത് എത്ര അറിയോ? 5 സെന്റിമീറ്റർ ആണ്. ആൻഡ് വൺ ആംഗിൾ 80 ഡിഗ്രി തന്നിട്ടുണ്ട്. 80 ഡിഗ്രി. What should be the radius of the circle? വളരെ എളുപ്പമായിട്ടുള്ള കുട്ടികളെ സർക്കിളിന്റെ റേഡിയസ് ആണ്. ഞാൻ വീണ്ടും പറയാണ്. നമ്മളോട് AB ന്റെ പേര് കൊടുക്കുക, C ന്റെ പേര് കൊടുക്കുക. എന്താ റിലേഷൻ? എങ്ങനെ പറയും? AB is equal to yes 2r into sin 80. AB എത്രയാ? AB 5 ആണ് അല്ലേ? AB 5 ആണ്. 2r അറിയില്ല. sin 80 യുടെ വാല്യൂ ടേബിളിൽ ഉണ്ടാവും. 0.9848. 2r ആണ്. 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തോ. 5 is equal to ഈ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 8 2 16 ബാക്കി 1 4 2 9 8 2 16 4 9 19 2 into 9848 മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ,
2 into 8 16 balance 1, 4 into 8 1 ആയി, 8 into 2 16 balance 1, 9 into 2 18 19. എത്ര ഡെസിമൽ? 1 2 3 4 1 2 3 4. ഓക്കെ, ഇൻറ്റു എന്തുണ്ട് ഇവിടെ? അപ്പൊ റേഡിയസ് ആണ് കാണേണ്ടത്. ഈ സാധനം ഈ വാല്യൂ എന്ത് ചെയ്യുക? ഇക്വേഷൻ പ്രത്യേകം. അപ്പൊ എന്ത് കിട്ടി? 5 divided by 1.9696, that is radius. ഇത്രയും വലിയ നമ്പറൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാ? നിങ്ങൾ ഒരു 2 ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ആക്കുക, അല്ലെങ്കിൽ ഒരു ഡെസിമൽ പ്ലേസിനോ രണ്ടായിക്കോട്ടെ, 2 ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? 5 and more than 5 ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1.975 divided by 1.96 എന്നുള്ളതാവും 97, that's equal to radius. ഒന്നെങ്കിൽ ഇങ്ങനെ ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിനെ 2 ഡെസിമൽ പ്ലേസ് ആണ്, അപ്പൊ 100 ആയിട്ട് മൾട്ടിപ്ലൈ അല്ലേ. അപ്പൊ എന്ത് കിട്ടും? 500 divided by 197, that's equal to radius. ഇത് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്തിടുക. കറക്റ്റ് ആയിട്ട് കിട്ടില്ല, 1-2 ഡെസിമൽ പ്ലേസ് വരെ കണ്ടിട്ട് അവിടെ അവസാനിപ്പിക്കും. ഓക്കെ, നെക്സ്റ്റ് 6th question, 6th question ആണ് ആദ്യം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 5th പറയാം കേട്ടോ. A regular pentagon is drawn. Regular pentagon ആണ്, all sides are equal. Okay, that is regular pentagon is drawn with the radius 15. Radius എത്രയാണ്? Radius 15 ആണ് പറഞ്ഞിട്ടുണ്ട്. Okay, radius 15. Calculate the length of sides of this pentagon. ഇതിന്റെ ഒരു സൈഡ് കണ്ടുപിടിക്കുക. ഈ സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സർക്കിളിന്റെ ഈ AB എന്ന് പറയുന്ന കോഡാണ് അല്ലേ. ഓക്കെ, അപ്പൊ ഇതിനെ ഞാൻ നേരത്തെ ചെയ്ത ആ കൺസെപ്റ്റിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇതിന്റെ ട്രയാങ്കിൾ ആക്കി മാറ്റിയ പോലെ. അതിനു മുമ്പ് വേറൊരു കാര്യം ഇട്ടാ നിങ്ങൾ ജോയിൻ ചെയ്യാം. ഇതിനെ ജസ്റ്റ് ഒരു ട്രയാങ്കിൾ ആക്കി മാറ്റി കേട്ടോ. ഇനി ഈ റെഗുലർ പെന്റഗൺ 5 സൈഡ്സ് ആണെങ്കിൽ ടോട്ടലി സെൻട്രൽ ആംഗിൾ എത്ര വരും എന്ന് ആലോചിച്ച് നോക്കിയാൽ സെൻട്രൽ ആംഗിൾ എങ്ങനെ കിട്ടുക? 360 divided by 5. 7 × 5 35. എത്ര കിട്ടി? സെൻട്രൽ ആംഗിൾ 72 അല്ലെ, 72 കിട്ടും. 5 കഷ്ണാക്കുമ്പോൾ 72. ഇത് 72 ആണെങ്കിൽ ഇത് എത്ര വരും? ഈ ആംഗിൾ 72 ഹാഫ് എത്രയാ? 36. അപ്പൊ ABC എന്നുള്ള ട്രയാങ്കിൾ ഒന്ന് നോക്കി. ABC ഈ ട്രയാങ്കിൾ നോക്കി, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആയില്ലേ? റേഡിയസ് 15 എന്നറിയാം, AB എന്നുള്ള കോഡ് അല്ലേ കണ്ടുപിടിക്കണം. അതായത് ഒരു സൈഡാണ്, ഏതിന്റെ? റെഗുലർ പെന്റഗണിന്റെ ഒരു സൈഡാണ്. ഈ എവിടെ നേരെ ഓപ്പോസിറ്റ് ആംഗിൾ എത്രയാ? 36 ആണ്. അപ്പൊ എങ്ങനെ പഠിക്കാം? AB is equal to 2r into sin 36. എവിടെ ലെങ്ത് അറിയില്ല. That's AB is equal to 2 into radius എത്രയാ? 15 into sin 36 ടേബിളിൽ ഉണ്ടാവും. എത്രയാ? 0.5878. 2 into 15, 15 into 30, 5878. ഇതിനെ 3 ആയിട്ട് മൾട്ടിപ്ലൈ. ഇതിനെ 5878 into 3, 8 × 3 24, 2 7 3 21, 21 23, 8 3 24, 26, 5 3 15 2 17. That is 17634. ഈ ഒരു 0 കൂടി ഇടാം. എത്ര ഡെസിമൽ പ്ലേസ്? 1 2 3 4 1 2 3 4. That is the answer. AB എത്ര കിട്ടി? 17.634. എയുടെ ലെങ്ത് 17.634 സെന്റിമീറ്റർ. ഇത് എല്ലാം ഈക്വൽ ആയതുകൊണ്ട് ഒരു സൈഡ് കിട്ടിയ എല്ലാ സൈഡിന്റെ ലെങ്ത് 17.634. ക്വസ്റ്റ്യൻ നമ്പർ 5 ഒന്ന് ശ്രദ്ധിച്ചോട്ടാ. കാരണം ഇതുവരെ ചെയ്ത പോലത്തെ പിക്ചർ അല്ല, കുറച്ച് മാറ്റി. The picture below shows a part of a circle. സർക്കിളിന്റെ പോർഷൻ തന്നിട്ടുള്ളൂ. ഈ ആംഗിൾ 140 തന്നിട്ടുണ്ട്, ഒരു സൈഡ് 8 cm തന്നിട്ട് 8 cm. എന്താണ് ക്വസ്റ്റ്യൻ? What is the radius of this circle? റേഡിയസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഈ സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ വേണ്ടത്? ഒരു കോഡ് തന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ തന്നിട്ട് അല്ലേ. പക്ഷെ ഇവിടെയാണ് നമ്മുടെ സെന്റർ. ഈ സെന്ററിന്റെ മുകളിലായിട്ടാണ് ഈ ട്രയാംഗിൾ കിടക്കുന്നത്. വേറൊരു കാര്യം ശ്രദ്ധിക്കുക, 140 എന്നുള്ള ആംഗിളിന്റെ ടേബിളിൽ നമ്മൾ എവിടെയെങ്കിലും 140 വാല്യൂ ഉണ്ടോ? ഇല്ല. ഏത് വരെയുള്ളൂ? 0 സ്റ്റാർട്ട് ചെയ്ത് 90 വരെയുള്ളൂ. 140 എന്നുള്ള ആംഗിൾ അതിലില്ല. അപ്പൊ തന്നെ നമുക്ക് 140 ആംഗിൾ പരീക്ഷയ്ക്ക് തരൂല, ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. 140 അല്ല കണ്ടത്, 140യുടെ നേരെ ഓപ്പോസിറ്റ്. കാരണം ഈ കോഡിന്റെ ഇവിടെ 140 ആണെങ്കിൽ ഈ കോഡിന്റെ അപ്പൊ ഞാൻ പേര് കൊടുക്കാൻ പോവാണ് ABC. ഈ ABയുടെ ഈ ആംഗിൾ C, ഈ ട്രയാംഗിൾ ഇതാ, ഈ ട്രയാംഗിൾ AB എന്നുള്ള കോഡിനെ ഞാൻ താഴോട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യണം. അപ്പൊ ഈ ആംഗിൾ എത്രയാ? D എന്ന് പേര് കൊടുത്തു. ഇത് 140 ആണെങ്കിൽ എത്രയാ? എത്രയാ? 40 ഡിഗ്രി. എന്താ കാരണം? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ
യെസ്, ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജം. അതിന്റെ എതിർകോണുകൾ അനുകൂലകമാണ്. സംഭവം 180 ആയിരിക്കും. അത് 140 ആണെങ്കിൽ എത്രയാ? 40. 140 + 40 180. ഈ ട്രയാങ്കിളിന്റെ ഈ 8ഉം ഈ ട്രയാങ്കിളിന്റെ ഈ 8ഉം ഒരേ ബേസ് ആണ്. ഈ ട്രയാങ്കിളും ഈ ത്രികോണത്തിന്റെ ഒരേ കോമൺ സൈഡ് ആണ് എന്ത്? AB. അപ്പൊ ഇതാണ് സർക്കിൾ കോമൺ ആണ്. അതിന്റെ റേഡിയസ് ഇതായാലും ഇതാണെങ്കിൽ നോ പ്രോബ്ലം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 140നെ നേരെ ഇങ്ങനെ മാറ്റി വരയ്ക്കുക. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ? AB സമം എന്താണ്? 2r into sin 140 അല്ല, ഏതാ എഴുതുക? 40 ആണ്. ഓക്കെ, 2r into sin 40 that's equal to AB എത്രയാ? 8 ആണ്. 2r into sin 40 യുടെ വാല്യൂ 0.6428, that is sin 40. അതായത് 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തതിനെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും. 8 16 2 2 4 1 5 4 2 8 6 2 12. എത്ര ഡെസിമൽ? 1 2 3 4 1 2 3 4. ഇത്രയും റേഡിയസ് ആണ്. ഓക്കെ, എത്ര ഡെസിമൽ? 1 2 3 4 1 2 3 4. അതായത് റേഡിയസ് ആണ് കാണുന്നത്. ഇതിനെന്ത് ചെയ്യുക? ഇക്വേഷൻ പ്രത്യേകം കൊണ്ടുവരാം. അപ്പൊ 1.2856 റേഡിയസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത്രയും വലിയത് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാണോ? അല്ല. അപ്പൊ 2 ഡെസിമൽ പ്ലേസിൽ കറക്റ്റ് ചെയ്യാം. 5 and more than 5 ആണെങ്കിൽ 1 ആഡ് ചെയ്യാം. അപ്പൊ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എത്ര കിട്ടി? ഇവിടെ 5 ആയതുകൊണ്ട് 1 ആഡ് ചെയ്യുമ്പോൾ 1.28 എത്രയാവും? 1.29. അപ്പൊ 8 divided by 1.29 that's equal to radius. ഇതെന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഡെസിമൽ ആയിട്ട് മൾട്ടിപ്ലൈ, 100 ആയിട്ട് മൾട്ടിപ്ലൈ അല്ലേ? അപ്പൊ 800 by 129 that's equal to radius. നിങ്ങൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്തിടുക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുട്ടികളെ, 140 അതായത് മോർ ദാൻ 90 അല്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് ആംഗിൾസ് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് തരിക 40യുടെ വാല്യൂ തരിക. സൈൻ 40 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അയ്യോ 140 ആയിട്ടുണ്ട് 40 വന്ന് എവിടെയോ തെറ്റി അങ്ങനെ ചിന്തിക്കേണ്ട. 140യുടെ വാല്യൂസ് നമുക്ക് ഇല്ല ടേബിൾ. നമുക്ക് ഏത് വരെയുള്ളൂ? 90 വരെയുള്ളൂ. ഓ, അതായത് 140 ആണ് നിങ്ങൾക്ക് എന്താ തരിക? 40 ആണ് തരിക. ഓക്കെ, അപ്പൊ 110 ആയിരുന്നെങ്കിലോ എത്ര കിട്ടുക? 110 ആയിരുന്നെങ്കിൽ 70, 100 ആയിരുന്നെങ്കിൽ 80. അതായത് നമുക്ക് ഈ ഇക്വേഷൻ വേണമെങ്കിൽ ഒന്ന് മാറ്റി പഠിക്കാം. എങ്ങനെ പഠിക്കാം? AB is equal to, yes, more than 90 ആണെങ്കിൽ AB is equal to 2r into sin. എങ്ങനെ കിട്ടി? 180 minus 140. അതായത് AB is equal to 2r into sin 180 minus c എന്ന് പഠിക്കാം. 180 minus c. അതായത് മോർ ദാൻ 90 വരുമ്പോ 180 മൈനസ് 180 മൈനസ് ചെയ്തുള്ള വാല്യൂ ആണ് എടുക്കേണ്ടത്. അത് ഓർമ്മയില്ല, ഇക്വേഷൻ ഓർത്തില്ല, ഒരു പ്രശ്നവുമില്ല. 140 ആണെങ്കിൽ ഉടനെ എന്ത് ചെയ്യുക? 40 വെച്ചിട്ട് ചെയ്യുക. യാതൊരു പ്രശ്നമില്ല. ഈ സർക്കിളിന്റെ റേഡിയസ് തന്നെയാണ് ഈ ട്രയാങ്കിൾ വെച്ച് ചെയ്താലും കിട്ടുക. ഓക്കെ, അപ്പോൾ യാതൊരു മാറ്റമില്ല. ഇതിലെ ഒരു എന്താ പറയുക ചെറിയൊരു സെഷനാണ്. നന്നായിട്ട് പഠിച്ചോ. എക്സാമിന് സർക്കം റേഡിയസും അതുപോലെ ട്രയാങ്കിൾസിന്റെ സൈഡ്സും കാണാനുള്ള ക്വസ്റ്റ്യൻ എല്ലാ വർഷവും നിർബന്ധമായും ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. 1 2 3 പ്രോബ്ലംസ് ഒരേപോലത്തെ ആംഗിൾസ് മാറ്റിയിട്ടും സൈഡ്സ് മാറ്റിയിട്ടും നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, എക്സാമിന് ചോദിക്കുന്നതാണ് കുട്ടികളെ മറക്കരുത്. ഓക്കെ, ഇനി ഇതിലെ നെക്സ്റ്റ് ഒരു ടോപ്പിക് ഉണ്ട്. ഞാൻ അടുത്ത ഒരു ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ.